വെൽക്കം ടു ഡ്രീം ഷോർ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാവരും ഒരുപാട് നാളായി പറയുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്കിന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾക്കിതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗത്തു നിന്നാണ് ഒട്ടുമുക്കാൽ ക്വസ്റ്റ്യൻസും ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, an accounting system which presents the balance sheet into two parts is called. An accounting system which presents the balance sheet in two parts is called. Answer, double accounting. Second question, voyage account is a dash account. Voyage account is a dash account. Answer, nominal account. Third question, in self-balancing board ledger adjustment account is opened in. In self-balancing board ledger adjustment account is opened in. Answer, general ledger. Fourth question, manufacturing account is prepared to find out. Manufacturing account is prepared to find out. Answer, cost of goods produced. Fifth question, the amount paid to an author for the use of copyright is called. The amount paid to an author for the use of copyright is called royalty. Dash refer to the amount spent on fuel, coal, diesel and fresh water used for the purpose of voyage. Answer, bunker cost. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പോൾ നിങ്ങൾ ഇതിനു മുൻപുള്ള വീഡിയോസ് കണ്ടു നോക്കുക കാണാത്തവരുണ്ടെങ്കിൽ. ഡാഷ് റെഫേഴ്സ് ടു ദ എമൗണ്ട് സ്പെൻഡ് ഓൺ ഫ്യൂവൽ, കോൾ, ഡീസൽ ആൻഡ് ഫ്രഷ് വാട്ടർ യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് വോയേജ്. ആൻസർ, ബങ്കർ കോസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, where the loss of an asset has been identified by the bank but the amount has not been written off wholly or partly is known as. Answer, loss asset. Where the loss of an asset has been identified by the bank but the amount has not been written off wholly or partly is known as loss asset. Next question, under inflationary condition dash method will show highest value of closing stock. Answer, LIFO. Under inflationary condition dash method will show highest value of closing stock. Answer, LIFO. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്, ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. അനിൽ ഡ്രൂ എ ബിൽ ഓൺ ബിനുൽ for ₹30,000 for 3 months. Proceeds are to be shared equally. Anil got the bill discounted at the rate of 12% per annum and remits the required proceeds to B, that is Binul. The amount of such remittance will be. എന്താണ് ക്വസ്റ്റ്യൻ? അനിൽ ഡ്രൂ എ ബിൽ ഓൺ ബിനുൽ. എത്ര എമൗണ്ടിനാണ്? 30,000 rupees ഫോർ 3 monthsനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീഡ്സ് രണ്ടുപേരും ഈക്വലായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അനിൽ ഗോട്ട് ദ ബിൽ ഡിസ്കൗണ്ടഡ് അറ്റ് ദ റേറ്റ് ഓഫ് 12% per annum ആണ് ഡിസ്കൗണ്ട് ചെയ്യുന്നത്. അതിനുശേഷം ദ റിക്വയർഡ് പ്രൊസീഡ്സ് ബിനുലിന് റെമിറ്റ് ചെയ്യും. എമൗണ്ട് ഓഫ് സച്ച് റെമിറ്റൻസ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് എമൗണ്ട് അനിൽ ഡ്രൂ എ ബിൽ ഓൺ ബിനുൽ ഫോർ 30,000 rupees ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് പ്രൊസീഡ്സ് ആർ ടു ബി ഷെയർഡ് ഈക്വലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 30,000 ഡിവൈഡഡ് ബൈ 2 ആണ് ഒരാൾക്ക് വരിക അല്ലേ. അപ്പോൾ 15,000 വരും. 15,000 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 100. 15,000 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 100. 12% per annum ആണ് അല്ലേ. പിന്നെ 3 monthsലേക്കായതുകൊണ്ട് ഇൻറ്റു 3/12. അപ്പോൾ നമുക്ക് 450 വരും. ഈ കിട്ടിയിരിക്കുന്ന 450 നമ്മൾ എമൗണ്ട് ബില്ല് ഡ്രൂ ചെയ്ത എമൗണ്ട്, അതായത് 15,000 നിന്നും മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എമൗണ്ട് ഓഫ് റെമിറ്റൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എമൗണ്ട് ഓഫ് റെമിറ്റൻസ് വരുന്നത് എത്ര എമൗണ്ട് ആണ്? 14,550 ആണ് ആൻസറായിട്ട് വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ദ ഇയർ ഓഫ് 2013 എ ബിസിനസ് കൺസേൺ ഏൺഡ് എ പ്രോഫിറ്റ് ഓഫ് 5% ഓഫ് നെറ്റ് പ്രോഫിറ്റ്.
നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 42,000 ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ എഴുതാൻ വിട്ടുപോയതാണ്. നെറ്റ് പ്രോഫിറ്റ് 42,000. ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് കമ്മീഷൻ ടു ബി ചാർജ്ഡ്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആഫ്റ്റർ ചാർജിങ് നമ്മൾ ആ ഒരു കമ്മീഷൻ കാണുന്ന സമയത്ത് നോഷണൽ പ്രോഫിറ്റ് ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ് എന്നതാണ് നമുക്ക് എമൗണ്ട് ഓഫ് കമ്മീഷൻ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 42,000 ആണ്. അത് ക്വസ്റ്റ്യനിൽ തരൂ കേട്ടോ, ഞാനിവിടെ എഴുതാൻ വിട്ടുപോയതാണ്. 42,000 ഇൻറ്റു പ്രോഫിറ്റ് എത്രയാണ്? 5 അല്ലേ. 5% ആണ് പ്രോഫിറ്റ്. 5 ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ്, അതായത് 100 പ്ലസ് 5 105. അപ്പോൾ 42,000 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 105 2,000 ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാലുവേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഇൻവെൻറ്ററീസ് എന്ന് പറയുമ്പം അവിടെ എന്താണ് വരുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് AS2 ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ ഡാഷ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ ഡാഷ്. എന്ത് ബേസ് ചെയ്തിട്ടാണ്? പ്രാക്ടിക്കബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. A പർച്ചേസ് ബുക്ക്, B സെയിൽസ് ബുക്ക്, C പർച്ചേസ് റിട്ടേൺസ് ബുക്ക് ആൻഡ് D ക്യാഷ് ബുക്ക്. അപ്പോൾ ഇവിടെ ആദ്യത്തേത് പർച്ചേസ് ആണ്, പർച്ചേസിൻ്റെ റിട്ടേൺ ആണ്, സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസ് റിട്ടേൺസ് ആയിരുന്നു വരേണ്ടിയിരുന്നത്, പക്ഷേ ഇവിടെ ക്യാഷ് ബുക്കാണ് കൊടുത്തത്. അപ്പോൾ ഇതായിട്ട് റിലേറ്റഡ് അല്ലാത്തത് ക്യാഷ് ബുക്കാണ്. സോ ഓഡ് വൺ ഈസ് ക്യാഷ് ബുക്ക്. ആൻസർ ഈസ് ക്യാഷ് ബുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്രെഡിറ്റ് സെയിൽ ഓഫ് ₹5,000 ടു സുഗുണൻ wrongly passed through purchase book. To rectify the error, Sugunan's account is debited with. അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ റെക്ടിഫിക്കേഷൻ എൻട്രി ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ക്രെഡിറ്റ് സെയിൽ ഓഫ് 5,000 ടു സുഗുണൻ എന്ന് പറയുന്നത് തെറ്റായിട്ട് അവരെന്ത് ചെയ്തു? പോസ്റ്റ് ചെയ്തു പർച്ചേസ് ബുക്കിൽ. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ സുഗുണൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് എത്ര എമൗണ്ട് ആണ് വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ റെക്ടിഫിക്കേഷൻ എൻട്രി വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കറക്റ്റ് എൻട്രി എന്താണെന്ന് നോക്കണം അല്ലേ. ഇപ്പോൾ സെയിൽസ് നടത്തുന്ന സമയത്ത് സുഗുണനാണ് കിട്ടുന്നത് അല്ലേ. അപ്പം സുഗുണന് ഗുഡ്സ് കിട്ടുമ്പോൾ സുഗുണൻ അക്കൗണ്ട് ഡെക്റ്റർ ടു സെയിൽസ് എന്നതാണ് ഇവിടെ കറക്റ്റ് എൻട്രി വരുന്നത്. അപ്പോൾ നമ്മളത് റോങ് എൻട്രി കാണിക്കണം. നമ്മൾ റെക്ടിഫിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് റോങ് ആയിട്ട് ഇവിടെ നമുക്ക് പർച്ചേസ് ബുക്കിലാണ് അവർ റോങ് ആയിട്ട് പാസ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ റോങ് എൻട്രി എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെക്റ്റർ ടു സുഗുണൻ എന്നായിരിക്കും അവർ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. അപ്പോൾ റോങ് എൻട്രി പർച്ചേസ് അക്കൗണ്ട് ടു സുഗുണനാണ്. അപ്പോൾ അതിനെ നമ്മൾ റെക്ടിഫൈ ചെയ്യുമ്പോൾ നേരെ നമ്മളത് തിരിച്ചെഴുതി കൊടുക്കുക. സുഗുണൻ അക്കൗണ്ട് ഡെക്റ്റർ ടു പർച്ചേസസ് ആണ് റെക്ടിഫിക്കേഷൻ എൻട്രി ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കത് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് സുഗുണൻ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് എന്നാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ. അപ്പോൾ നമുക്കതിൻ്റെ കമ്പൈൻഡ് എൻട്രി നോക്കുമ്പോൾ സുഗുണൻ അക്കൗണ്ട് ഡെക്റ്റർ ടു പർച്ചേസസ് ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരും അല്ലേ. അപ്പോൾ സുഗുണൻ അക്കൗണ്ട് ഡെക്റ്റർ പർച്ചേസസ് എമൗണ്ട് 5,000 ആണ്, അതുപോലെ തന്നെ സെയിൽസ് എമൗണ്ടും 5,000 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സുഗുണൻ അക്കൗണ്ടിൽ 10,000 ആണ് എമൗണ്ട് വരുന്നത് അല്ലേ. അപ്പോൾ സുഗുണൻ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് എന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ വരുന്നത് എത്രയാണ്? 10,000 ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ ഏർണിങ്സ് ഓഫ് എ വർക്കർ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ? സ്റ്റാൻഡേർഡ് ടൈം ഫോർ കംപ്ലീറ്റിംഗ് ദ ജോബ് 50 hours, ആക്ച്വൽ ടൈം ടേക്കൺ ഫോർ കംപ്ലീറ്റിംഗ് ദ ജോബ് 15 hours, ടൈം റേറ്റ് ഈസ് 20 per hour, പ്രീമിയം ബോണസ് ഈസ് 60% ഓഫ് ടൈം സെർവ്. അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചത്? ടോട്ടൽ ഏർണിങ്സ് ഓഫ് എ വർക്കറാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ടൈം തന്നിട്ടുണ്ട്, ആക്ച്വൽ ടൈം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ജോബ് കംപ്ലീറ്റിംഗ് അവേഴ്സ് തന്നിട്ടുണ്ട്, ടൈം റേറ്റും തന്നിട്ടുണ്ട്, പ്രീമിയം ബോണസ് പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ തന്നിട്ട് നമ്മൾ ഏർണിങ്സ് കാണണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫോർമുല ഉണ്ട്. ടൈം ടേക്കൺ ഇൻ ടു റേറ്റ് പ്ലസ് എത്ര പെർസെൻറ്റേജ് ആണോ ഇൻറ്റു ടൈം സെർവ്ഡ് ഇൻറ്റു റേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഏർണിങ്സ് കാണുമ്പോൾ ടൈം ടേക്കൺ 45 ആണ് വരിക അല്ലേ. 45 ഇൻറ്റു 20 പ്ലസ് 60 ഡിവൈഡഡ് ബൈ 100 അല്ലേ. 60% ടൈം സേവ് ചെയ്തു. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 5 ഇൻറ്റു
20, 5 × 20, 20 പെർ ആണ് വരുന്നത് അല്ലേ. 5 × 20 വരും. അപ്പോൾ ഏണിങ്സ് വരുമ്പം 900, 45 × 20 900 പ്ലസ് 60 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 20 × 5 എത്രയാണ്? 100 ആണ്. അപ്പോൾ ഇവിടെ 5 വന്നത് ടൈം സേവ്ഡ് ആണ് കേട്ടോ. എത്ര ടൈമാണ് സേവ് ചെയ്തത് എന്നുള്ളതാണ് ഇവിടെ വന്നത്. കാരണം ആക്ച്വൽ ടൈം ടേക്കൺ ഫോർ കംപ്ലീറ്റിംഗ് ദ ജോബ് 15 hours ആണ്. അതിൽ ടൈം ടേക്കൺ എന്ന് പറയുന്നത് 20 പെർ ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ 5 വന്നത് കേട്ടോ. അപ്പോൾ 5 × 20 100 വന്നു. 900 പ്ലസ് 60, 100ഉം 100ഉം കട്ടായി പോവും. അപ്പം 900 പ്ലസ് 60 വരുമ്പോൾ 960 ആണ് ഇവിടെ ഏണിങ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഈ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. 2014 നടന്ന ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തു.